മറ്റൊരു ശ്രോതാവിൻ്റെ ഒരു ചോദ്യമായിട്ടുള്ളത്, എൻ്റെ പ്രധാന പ്രശ്നം പേടിയാണ്. വിവാഹം കഴിഞ്ഞിട്ട് 5-6 വർഷം കഴിഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ, അവരുടെ ഈ ജ്യേഷ്ഠൻ്റെ ഭാര്യ ഭർത്താവിൻ്റെ പെങ്ങന്മാരെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ഭയങ്കര പ്രശ്നമാണ്, അപ്പം അവിടെ സ്വാതന്ത്ര്യമല്ല, എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് അവരുണ്ടാവുക എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. 4-5 വയസ്സുള്ള കുട്ടികൾ ഇവർക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ വന്ന ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പെങ്ങന്മാരെന്ന് പറഞ്ഞാൽ ഈ ഭർത്താവിൻ്റെ പെങ്ങന്മാർ ഇവരെക്കാൾ 4-5 വയസ്സിന് മൂത്തവരുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു തോന്നൽ ആദ്യം ഉണ്ടാവുമല്ലോ. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇവരുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യ ഇവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർ അനുഭവിച്ച ഒരു സംഭവമായിരിക്കുമല്ലോ. അപ്പം എന്തായാലും ആ ഒരു മുൻധാരണകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അവിടുന്ന് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ അവരുടെ പെരുമാറ്റ രീതിയിലൊക്കെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. പിന്നെ എനിക്ക് ഇപ്പോൾ അവർ വീട്ടിലേക്ക് വരുന്നത് വരെ പേടിയാണ്. അപ്പം ചോദ്യം കണ്ടിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ഇവരുടേതായിട്ടുള്ള സ്വതന്ത്രമായ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. എന്നാലും അവിടെയും ഇവർ വന്നിട്ട് ഒരു നിയന്ത്രണമോ അല്ലെങ്കിൽ അപ്രകാരമുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ആങ്ങളയുടെ വീട്ടിലേക്ക് വരുമ്പോൾ എന്നുള്ള ആ ഒരു തോന്നലൊക്കെ ആയിരിക്കാം. എന്താണെന്ന് അതൊരു വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും അവർ വീട്ടിലേക്ക് വരുന്നത് എനിക്ക് പേടിയാണ്. ഇനി കുടുംബ വീട്ടിലായിരിക്കും ചിലപ്പോൾ ഇവർ താമസിക്കുന്നത്. അവർ പിന്നെ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ എനിക്കൊരു പേടി, ടെൻഷൻ, പനി ഇങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടും വന്ന് വരാറുണ്ട്. ഇനി ഈ ഒരു വിഷയത്തിൽ ഞാൻ ഭർത്താവിനെ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ടും പിന്നെ നിർബന്ധിക്കാറുണ്ട് ചില സമയത്ത്. അതെൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റാകുമോ എന്നാണ്. ഇവിടെ നിൽക്കാതെ വേറെ വീട്ടിലേക്ക്, ചിലപ്പോൾ മിക്കവാറും ഒരു കുടുംബ വീട്ടിലായിരിക്കാനാണ് അവരുടെ താമസം എന്നാണ് തോന്നുന്നത്. പിന്നെ അപ്പോൾ ഭർത്താവ് പറയും, നീ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടാൽ മതി, വേറെ ആരെയും ഭയപ്പെടേണ്ടതില്ല, നീ ഇവിടെ തന്നെ ക്ഷമിച്ച് നിന്നോ എന്ന് ഭർത്താവ് പറയും. പക്ഷേ ഭർത്താവിന് എൻ്റെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കാണേണ്ടതില്ലല്ലോ, ഈ ഒരു പ്രയാസത്തിലാണ് ഞാനുള്ളത് എന്നാണ് അവരുടെ ചോദ്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ അവർ തന്നെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണത് എന്താണെന്ന് വിചാരിച്ചാൽ കുറേ മുൻധാരണകൾ ഉണ്ടായതൊരു പേടിക്കൊരു പ്രധാന കാരണമാണെന്നുള്ളതാണ്. അതായത് പൊതുവേ എന്താണ് ഒരു അനുഭവസ്ഥ എന്നുള്ള നിലക്ക് മൂത്തച്ചി പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരു പേടി അവരുടെ മനസ്സിൽ ആദ്യം തന്നെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ആ ഒരു ഭയത്തോടു കൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു അധികമായ ഒരു പേടി, ഉള്ളതിലും അധികമുള്ളൊരു ഭയം അവർക്കുള്ളതായി നമുക്ക് തോന്നുന്നുണ്ട്. ഇതിൽ സത്യത്തിൽ എന്താ വെച്ചാൽ ഇതിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭർത്താവാണ് ഇതിൻ്റെ പരിഹാരം. അതായത് ഭർത്താവിന് ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയും. പക്ഷെ പൊതുവെ ഭർത്താക്കന്മാർ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി പെരുമാറാത്തത് കൊണ്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ പീസ് റേഡിയോക്ക് വേണ്ടി എഴുതേണ്ടി വരേണ്ടത്. കാരണം ഇപ്പോൾ ഒരു ഭാര്യ പറയുന്ന പ്രശ്നം മനസ്സിലാക്കാൻ ഒരു ഭർത്താവിന് പറ്റുമെങ്കിൽ അയാളുടെ വീട്ടിലെ സാഹചര്യങ്ങളിൽ നിന്ന് അയാൾക്ക് അവളെ വളരെ നല്ല രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, സംരക്ഷിച്ച് ഭയമില്ലാതെ കൊണ്ടുനടക്കാൻ കഴിയും. അപ്പോൾ അത് സത്യത്തിൽ എന്തില്ല, നീ സഹിച്ചോ ക്ഷമിച്ചോ എന്നാണ് ഇവരൊക്കെ പറയണത്. അതല്ലല്ലോ അതിൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ. ഒരു പെൺകുട്ടിനെ നമ്മൾ കൊടുന്നാൽ അവൾ നമ്മളെ പ്രതീക്ഷിച്ച് വന്നതാണ്. അതുകൊണ്ട് അവൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് മുഴുവൻ പരിഹരിച്ച് കൊടുക്കേണ്ട ആൾ ഭർത്താവാണ് എന്ന് വന്നാൽ ഈ വിവാഹം കഴിഞ്ഞൊരു സ്ത്രീക്കും ഒരു പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ നമ്മൾ കാണുന്നത് ഭർത്താവിൻ്റെ പെങ്ങന്മാരൊക്കെ അനാവശ്യമായി ഇടപെടും എന്താണ്. അതൊന്നും ഇപ്പോൾ ഇവർ ഒരു പരിഗണിക്കേണ്ട കാര്യമില്ല. നമ്മളെവിടെ ജീവിക്കണമെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ജോലികൾ ചെയ്ത് നമ്മുടെ ഭക്ഷണം കഴിച്ച് നമ്മുടെ ആരാധന നിർവഹിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളൂ. നമ്മളിൽ അന്യായമായി എന്തെങ്കിലും നമ്മോട് പറയുകയാണെങ്കിൽ അത് നമ്മൾ കേട്ടില്ലെന്ന് വെക്കുക. അങ്ങനെ ജീവിച്ച് പോകാനേ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും നല്ലവരാക്കിയിട്ട് അവരുടെ ഇടയിൽ സമാധാനത്തോടെ ജീവിക്കണം എന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കൂ? ഒന്നും നടക്കില്ല. അപ്പോൾ ഇതൊക്കെ ഈ നാട്ടിലുള്ള സംഭവങ്ങളാണ്. അതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവം കാണിക്കുന്നേ ഉള്ളൂ. ഞാൻ എന്തിനത്, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണ് താമസിക്കണേ, എനിക്കിവിടെ താമസിക്കാൻ അവകാശമുണ്ട്, എനിക്കിവിടെ ഭക്ഷണം കഴിക്കാൻ അവകാശമുണ്ട്, ഒരു പ്രശ്നമില്ല, എന്നെക്കൊണ്ട് കഴിയുന്ന ജോലി ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്, അത്ര വിചാരിച്ചാൽ മതി. അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അതെന്താവും ഇതെന്താകും എന്നൊക്കെ ചിന്തിച്ച് വ്യാകുലപ്പെടാതെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒതുങ്ങി മുന്നോട്ട് പോകുമ്പോൾ ശരിയാവും. അതിലുപരി ഭർത്താവ് എന്ത് ചെയ്യുക, ഇവരുടെ ഈ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കി അവർക്ക് എല്ലാ സപ്പോർട്ടും ധൈര്യവും കൊടുത്ത് കൂടെ നിന്നാൽ തീരാവുന്നേ ഉള്ളൂ. ഒരു പക്ഷേ ഈ ഒരു അവസ്ഥ മുന്നോട്ട് പോയാൽ ഈ സഹോദരി എന്ത് ചെയ്യും, ചിലപ്പോൾ മാനസികമായ എന്തെങ്കിലും വിഷമങ്ങളിലേക്ക് പോവുകയും എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അയാൾക്ക് തന്നെയാണ് എന്ത് ചെയ്യുക വരിക. അവിടെ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതാണ്.